Hello friends, welcome to Mr.Nadakkavil. എൻ്റെ പേരാണ് നദ്ക്കവിൽ മുഹമ്മദ് ഹസൻ ആൻഡ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ഒരു ഫോൺ അൺബോക്സിംഗ് ആണ്. നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു, അൺബോക്സിംഗ് ചെയ്യുന്നു, അങ്ങനെ പലതും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്ത് ശ്രമിച്ചു നോക്കുകയാണ്. അപ്പം ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് നമ്മളെ ഫോൺ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഇതാണ് ബോക്സ്. സാധാരണ കിട്ടുന്നതിനെക്കാട്ടും വലിയൊരു ബോക്സാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പ്രീ ഓർഡർ എഡിഷൻ ആയതുകൊണ്ടായിരിക്കും. എനിവേസ് വലിയൊരു ബോക്സ് ആർക്കും ഇഷ്ടമില്ലാത്തത്. സോ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റിനൊരു താങ്ക് യു കാർഡാണുള്ളത്. താങ്ക് യു സാംസങ്. എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന മാതിരി നമുക്കതും വലിച്ചറിയാം. നെക്സ്റ്റ് ഒരു സ്ക്രീൻ കെയർ കാർഡാണുള്ളത്. ഇത് നല്ലൊരു കാര്യമാണ്, കാരണം ഇതിന് മുന്നത്തെ സാംസങ് ഫോൺ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പ്രകാരം എല്ലാ സ്ക്രീനോടും പെട്ടെന്ന് പൊട്ടാറുണ്ട് സാംസങ്ങിൻ്റെ. അപ്പം ഇങ്ങനത്തെ ഒരു കാർഡ് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. ഇത് 6 monthsന് നമുക്ക് സ്ക്രീൻ പൊട്ടിക്കഴിഞ്ഞാൽ ഈ കാർഡ് യൂസ് ചെയ്യാം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു നല്ലൊരു കാര്യമാണ്. നെക്സ്റ്റ് നമുക്കിത് പ്രീ ഓർഡർ എഡിഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഗാലക്സി ബഡ്സ് ലൈവ് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നമുക്ക് നമ്മുടെ ഫോൺ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അങ്ങനെ ഫോണിൻ്റെ കവറുമേ തന്നെ നമ്മുടെ ഫോണിൻ്റെ കളറായ മിസ്റ്റിക് ബ്രോൺസിൻ്റെ സ്റ്റൈലസിൻ്റെ അതേ കളർ അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് 3 കളേഴ്സാണ് ഉള്ളത്: മിസ്റ്റിക് ബ്രോൺസ്, മിസ്റ്റിക് വൈറ്റ്, മിസ്റ്റിക് ബ്ലാക്ക്. അങ്ങനെ അവസാനം ഫോൺ തുറന്നു. വാവ്, ഫോൺ കാണാൻ ഒരു സംഭവമാണ്. ഫോൺ അടിപൊളിയാണ് കാണാൻ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഇത് കറക്റ്റായിട്ട് ഒതുങ്ങുന്നുണ്ട്. എൻ്റെ കൈ അത്ര വലിയ കൈ അല്ലെങ്കിൽ പോലും ഇത് കറക്റ്റായിട്ട് ഒതുങ്ങുന്നുണ്ട്. സ്ക്രീൻ നോക്കുമ്പോൾ ഇതിന് 6.9 ഇഞ്ച് സ്ക്രീനാണുള്ളത്. പണ്ടത്തെ നമ്മുടെ ടാബുകളൊക്കെ 7 ഇഞ്ച് സ്ക്രീനായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫോൺ മാത്രം 6.9 ഇഞ്ച് സ്ക്രീൻ വരെ ആയി. 12 GB റാമാണ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഇത് ധാരാളമായിരിക്കും നമ്മുടെ എല്ലാ യൂസിനും. ഓക്കെ, ബാക്കി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് വരാം. ആസ് യൂഷ്വൽ സാംസങ് എന്തോ കവറിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സിം കാർഡ് ഇജക്റ്റഡ് ടൂളും പിന്നെ നമ്മുടെ മറ്റേ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി കാർഡൊക്കെ ആയിരിക്കും. അതെ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി കാർഡൊക്കെ ഇതായിട്ട് ആസ് യൂഷ്വൽ വലിച്ചറിയാം. നെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഫാസ്റ്റ് ചാർജറും USB കേബിളും ഹെഡ്സെറ്റും ഉണ്ട്. ചാർജർ ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ ക്വിക്ക് ചാർജ് ആയിരിക്കും. വളരെ പെട്ടെന്ന് ചാർജായി കിട്ടും, ദാറ്റ് ഈസ് ഫോർ ഷുവർ. USB കേബിളും കുഴപ്പമൊന്നുമില്ല, ആപ്പിളിൻ്റെ മാതിരി പെട്ടെന്ന് കേടുവരാറില്ല. നെക്സ്റ്റ് AKG പവേർഡ് ഹെഡ്ഫോൺസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ക്വാളിറ്റി ഹെഡ്ഫോൺസ് ആണ്, സൂപ്പർ സാധനം. ഓക്കെ, നമുക്കിനി കവർ പറിച്ച് കളയാം. ഇതൊരു ചെറിയൊരു പിങ്കിഷ് കളറുണ്ട്. മിസ്റ്റിക് ബ്രോൺസ് ആണ് പേരെങ്കിലും ചെറിയൊരു പിങ്കിഷ് കളർ ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യാമറയുടെ ഈ ബമ്പാണ് എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇതൊരു പ്രശ്നമായിരിക്കും, കാരണം നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ഇളകും, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത് സാംസങ്ങിന് വേറെ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കും അവർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഫോൺ വളരെ സ്ലിം ആണെങ്കിലും ഇത് കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗം. അതൊരു പ്രോബ്ലമാറ്റിക്കാണ്. ഒരു കവർ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ക്യാമറയിൽ ഒരു 108 മെഗാപിക്സൽ സെൻസറുണ്ട്, അതുകൊണ്ട് നല്ല ക്ലിയറുള്ള ഫോട്ടോസ് കിട്ടേണ്ടതാണ്. പ്ലസ് ഇതിന് ഒരു ലേസർ ഓട്ടോ ഫോക്കസ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഓട്ടോ ഫോക്കസും കിട്ടേണ്ടതാണ്. ബാക്കിലും ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എന്ന് പറഞ്ഞ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാംസങ് പറയുന്നത് ഇത് കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്, അത്ര പെട്ടെന്ന് പൊട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 4500 mAh ബാറ്ററിയാണുള്ളത്. എന്തായാലും ഒരു ദിവസത്തെ ചാർജ് സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്രെയിം എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അപ്പോൾ കുറച്ചും കൂടി ലൈഫ് കിട്ടേണ്ടതാണ്. ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ എല്ലാ വില കൂടിയ ഫോണുകൾ പോലെ ഇതും ഡുവൽ സിം ആണ്, 5G ആണ്, IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് 1.5 മീറ്റർ വരെ ഇതിന് വെള്ളത്തിൽ വീണാൽ ഒന്നും സംഭവിക്കില്ല. താഴെ പിന്നെ നമുക്ക് USB ചാർജറും ഇതിൻ്റെ ഒരു സ്പീക്കറും ഉണ്ട്. പിന്നെ നമ്മളെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആയ ഇതിൻ്റെ പെന്ന് സ്റ്റൈലസും ഉണ്ട്. സ്റ്റൈലസ് മുന്നേക്ക് മറ്റേ സൈഡിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് അവർ. സോ അതാണ് ഗാലക്സി നോട്ട് 20 അൾട്രയുടെ അൺബോക്സിങ്. ഞാൻ ഈ ഫോൺ എന്തായാലും ഒരാഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോസ് ആയതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും പറയണം. എന്തൊക്കെ ചേഞ്ചസ് വേണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത്, എന്തൊക്കെ ടെക്നോളജിക്കൽ ഡൗട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. So until then, take care, have a great time. This is Mr. Nadakkavil signing off.